ഹായ് ഹലോ സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വണ്ടേഴ്സ് ഓഫ് സ്കൈയുടെ പാർട്ട് 3 വീഡിയോ ആണിത്. പാർട്ട് 1ഉം 2ഉം കാണാത്തവർക്ക് ലിങ്ക് ഈ വീഡിയോൻ്റെ അവസാനം കൊടുക്കാം. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറി കാണാം. ഇനി എടുക്കാനുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് മീനിങ് ഓഫ് ദി മൂൺ ലൈറ്റിൻ്റെ മീനിങ്ങിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് രാത്രി ആകാശത്ത് മനോഹരമായിട്ട് പ്രകാശിക്കുന്ന ചന്ദ്രനെ നിങ്ങൾ കണ്ടിട്ടുള്ളേന്ന്. How is it possible for the moon to shine so brightly when it can't shine by itself? Observe the image. What would be the reason for the brightness of the moon? ചന്ദ്രന് സൂര്യനെ പോലെ സ്വയം പ്രകാശിക്കാനുള്ള കഴിവുണ്ടോ? സ്വയം പ്രകാശിക്കുന്ന ഒരു ഗ്രഹമാണോ ചന്ദ്രൻ? അല്ലല്ലോ. പക്ഷേ രാത്രി സമയത്ത് ചന്ദ്രൻ വളരെയധികം ബ്രൈറ്റ്നസ്സോട് കൂടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് അവിടെ താഴെ ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങളടുത്ത് മനസ്സിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പിക്ചർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇൻ ദ പിക്ചർ ഗിവൺ ബിലോ കാണ്ട് യു സീ ദ സൺലൈറ്റ് ഫോളിങ് സൈമുൾട്ടേനിയസ്ലി ഓൺ ദ എർത്ത് ആൻഡ് ദ മൂൺ. ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന ആ ചിത്രത്തിൽ സൂര്യപ്രകാശം ഒരേ സമയം ഭൂമിയിലും ചന്ദ്രനിലും പതിക്കുന്നത് കാണുന്നില്ലേന്ന്. സിൻസ് ദീസ് ആർ ഒപ്പാക് ഒബ്ജക്ട്സ് വോണ്ട് ദ ലൈറ്റ് ബി റിഫ്ലക്റ്റഡ്. ഭൂമിയായാലും ചന്ദ്രനായാലും ഒപ്പാക് ആയിട്ടുള്ള ഒബ്ജക്റ്റാണ് അല്ലേ, പ്രകാശത്തെ കടത്തിവിടാത്ത ഒബ്ജക്റ്റുകളാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവ എന്താ ചെയ്യണേ, പ്രകാശത്തെ റിഫ്ലക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. The image shows the light falling on the moon reach the earth after reflection. ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലും അതേപോലെ തന്നെ ചന്ദ്രനിലും പതിക്കുന്നുണ്ട്. ചന്ദ്രനിൽ പതിക്കുന്ന പ്രകാശം ചന്ദ്രൻ അതിനെ റിഫ്ലക്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ഏതെങ്കിലും ഒരു വസ്തുവിൽ പ്രകാശം വന്ന് തട്ടുമ്പോൾ അവിടെ നിന്ന് പ്രകാശം തിരിച്ചു പോകാം. അപ്പോൾ അതിനെയാണ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചന്ദ്രനിൽ വന്ന് പതിക്കുന്ന സൂര്യപ്രകാശം ചന്ദ്രനിലൂടെ കടന്നു പോകാത്തത് കൊണ്ട് ചന്ദ്രൻ അതിനെന്ത് ചെയ്യും, റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കും. അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രകാശമാണ് ഭൂമിയിൽ എത്തുന്നത്. അങ്ങനെയുള്ളൊരു ചിത്രമാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. മൂൺലൈറ്റ് ഈസ് സൺലൈറ്റ് റിഫ്ലക്റ്റഡ് ഫ്രം ദി മൂൺ. അപ്പോൾ മൂൺലൈറ്റ് എന്ന് പറയുന്നത് എന്താ, സൂര്യപ്രകാശം ചന്ദ്രനിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് മൂൺലൈറ്റ് എന്ന് പറയുന്നത്. ദ സർഫസ് ഓഫ് ദ മൂൺ ഈസ് റഫ്. മൂണിൻ്റെ സർഫസ് എന്ന് പറയുന്നത് വളരെ റഫായിട്ടുള്ളതാണ്, പരുപരുത്തതായിട്ടുള്ള ഒരു പ്രതലമാണ്. ഇഫ് സോ ഈസ് ഇറ്റ് ഡ്യൂ ടു റെഗുലർ ഓർ ഇറഗുലർ റിഫ്ലക്ഷൻ. അപ്പോൾ അവിടെ നടക്കുന്നത് ഈ മൂൺലൈറ്റ് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് റെഗുലർ ആയിട്ടുള്ള റിഫ്ലക്ഷനാണോ ഇറഗുലർ ആയിട്ടുള്ള റിഫ്ലക്ഷനാണോ കാരണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കാരണം ഒന്ന് നോക്കാം. മൂൺലൈറ്റ്, ദ സൺലൈറ്റ് ഫോളിങ് ഓൺ ദ മൂൺ സർഫസ് ഗെറ്റ്സ് സ്കാറ്റേർഡ് ആൻഡ് റീച്ചസ് ദ എർത്ത്. ദിസ് ഈസ് ദ മൂൺലൈറ്റ് ദാറ്റ് വി സീ അറ്റ് നൈറ്റ്. അപ്പോൾ എങ്ങനെയുള്ളതായിരിക്കും, ഇറഗുലർ ആയിട്ടുള്ള റിഫ്ലക്ഷനാണ് മൂൺലൈറ്റിന് കാരണം. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സൺലൈറ്റ് ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ പതിക്കുമ്പോൾ അതിനെന്താണ് സംഭവിക്കുന്നത്, സ്കാറ്ററിങ് സംഭവിക്കുന്നു. ആൻഡ് റീച്ചസ് ദ എർത്ത്. സ്കാറ്റർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെന്താ പല പല ഭാഗത്തേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് പോവുക, അതിനാണ് സ്കാറ്ററിങ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഭൂമിയിലേക്ക് എത്തും. ഈ ഒരു വെളിച്ചമാണ് നമ്മൾ രാത്രിയിൽ കാണുന്നത്. At night you have experienced bright as well as dim moonlight. Let us try to find out the reason for this. ചില രാത്രികളിൽ നിലാവ് അതായത് ചന്ദ്രൻ്റെ വെളിച്ചം നന്നായിട്ട് കൂടുതലുണ്ടാവും. ചില സമയത്ത് മങ്ങിയായിരിക്കും അല്ലെങ്കിൽ ഒട്ടുമില്ലാത്തൊരവസ്ഥയായിരിക്കും. അങ്ങനെ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് അതിന് വേണ്ടി ഒരു ആക്ടിവിറ്റി കൂടെ തന്നിട്ടുണ്ട്. നമുക്കത് നോക്കാം. നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഫേസസ് ഓഫ് ദ മൂൺ. മൂണിൻ്റെ ഫേസുകളെ കുറിച്ചാണ് നോക്കുന്നത്. വി സീ ദ സൺ ഇൻ ദ സെയിം ഷേപ്പ് എവറി ഡേ, ബട്ട് വാട്ട് എബൌട്ട് ദ മൂൺ. സൂര്യനെ നമ്മൾ എല്ലാ ദിവസവും ഒരേ ഷേപ്പിലാണ് കാണുന്നത് അല്ലേ. പക്ഷേ ചന്ദ്രൻ അങ്ങനെയാണോ, എല്ലാ ദിവസവും ഒരേ ഷേപ്പിലാണോ നമ്മൾ കാണുന്നത്? അല്ലല്ലോ. വൈ ഇസ് ദ സ്പെരിക്കൽ മൂൺ സീൻ ഇൻ ഡിഫറെൻറ്റ് ഷേപ്സ് ഓൺ ഡിഫറെൻറ്റ് ഡേയ്സ്? ലെറ്റ് us ഡു ആൻ ആക്ടിവിറ്റി. ഗോളാകൃതിയിലുള്ള ചന്ദ്രൻ വ്യത്യസ്ത ദിവസങ്ങളിൽ വിവിധ ആകൃതിയിൽ കാണാനുള്ള കാരണം ഒരു എക്സ്പെരിമെൻറ്റിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാണ് ഇവിടെ. അതിന് വേണ്ടിയിട്ട് മെറ്റീരിയൽസ് നീഡഡ് 3 സ്മൈലി ബോൾസും ബ്ലാക്ക് പെയിൻറ്റൊക്കെയാണ് എടുത്തിരിക്കുന്നത്. 3 സ്മൈലി ബോൾ എടുത്തിട്ടുണ്ട്, ബ്ലാക്ക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് examine the pictures and notes in the boxes given below. Paint half of each smiley balls with black paint as suggested in the notes in the boxes. ഇപ്പോൾ ഇവിടെ താഴെ 3 സ്മൈലി ബോൾസ് തന്നിട്ടുണ്ട്, അതിന് താഴെ ഒരു ബോക്സും അതിലെന്തോ കുറിപ്പുകളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ പരിശോധിച്ചിട്ട് സ്മൈലി ബോളുകളുടെ പകുതി ഭാഗം കറുത്ത പെയിൻ്റ് അടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ബോക്സിൽ പറഞ്ഞിരിക്കുന്നത് പെയിൻറ്റ് ദ അതർ സൈഡ് ഓഫ് ദ സ്മൈലി ഫേസ് കംപ്ലീറ്റ്ലി. അതായത് സ്മൈലി ഫേസിൻ്റെ മറുവശം പൂർണ്ണമായിട്ടും പെയിൻറ്റ് ചെയ്യാൻ. രണ്ടാമത്തെ ബോക്സിൽ പറഞ്ഞേക്കുന്നത് പെയിൻറ്റ് കവറിങ് ഹാഫ് ഓഫ് ദ സ്മൈലി ഫേസ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, സ്മൈലി ഫേസിൻ്റെ പകുതി ഭാഗം മറയ്ക്കുന്ന വിധത്തിൽ പെയിൻറ്റ് ചെയ്യാൻ. മൂന്നാമത്തെ പറഞ്ഞിരിക്കുന്നത് പെയിൻറ്റ് കവറിങ് ദ എൻറ്റയർ സ്മൈലി ഫേസ്.
ആ ബോളിൻ്റെ സ്മൈലി ഫേസ് മറയ്ക്കുന്ന രീതിയിൽ പെയിൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ തന്നിരിക്കുന്ന ബോളിന് 2 സൈഡുകളാണ് ഉള്ളത് അല്ലേ, ഒന്ന് ബ്ലാക്ക് പെയിൻ്റ് അടിച്ച ഭാഗവും ഒന്ന് പെയിൻ്റ് അടിക്കാത്ത ഭാഗവും. ദ ബ്ലാക്ക് പെയിൻറ്റഡ് പാർട്ട് റെപ്രസെൻറ്റ്സ് ദ ഷാഡോ സൈഡ് ഓഫ് ദ മൂൺ. ഇപ്പോൾ ബ്ലാക്ക് പെയിൻറ്റ് ചെയ്തിരിക്കുന്ന ആ ഭാഗം സൂചിപ്പിക്കുന്നത് ചന്ദ്രൻ്റെ നിഴൽ പതിക്കുന്ന ഭാഗമാണ്, ചന്ദ്രൻ്റെ നിഴലുള്ള ഭാഗം. ദ അൺപെയിൻറ്റഡ് പാർട്ട് റെപ്രസെൻറ്റ്സ് ദാറ്റ് പാർട്ട് ഓഫ് ദ മൂൺ വേർ ലൈറ്റ് ഫോൾസ്. ഇനി പെയിൻറ്റ് ചെയ്യാത്ത ഭാഗം സൂചിപ്പിക്കുന്നത് ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗമാണ്. അപ്പോൾ ബ്ലാക്ക് പെയിൻറ്റ് എന്ന് പറയുന്നത് ചന്ദ്രനിൽ നിഴലും, അതുപോലെ തന്നെ പെയിൻറ്റ് ചെയ്യാത്ത ഭാഗം എന്ന് പറയുന്നത് ചന്ദ്രനിൽ വെളിച്ചമുള്ള ഭാഗമാണ്. ഓക്കെ അല്ലേ, മനസ്സിലായല്ലോ. ഇനി നമ്മൾ എക്സ്പെരിമെൻറ്റിലേക്ക് കടക്കാൻ പോവാണ്. പ്ലേസ് ദ ബോൾസ് ഇൻ ദ ക്ലാസ് ഇൻ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഇനി താഴെ ചിത്രത്തിൽ കാണുന്നത് പോലെ ബോളുകൾ ക്ലാസ്സിൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. The unpainted part of the smiley balls should face the light and the black painted part should face the side opposite of light. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്മൈലി ബോളിൻ്റെ പെയിൻറ്റ് ചെയ്യാത്ത ഭാഗം പ്രകാശത്തിന് ഫേസ് ചെയ്തും അതേപോലെ തന്നെ പെയിൻറ്റ് ചെയ്ത ഭാഗം പ്രകാശത്തിന് ഓപ്പോസിറ്റും വരുന്ന രീതിയിൽ വേണം ഈ ബോളുകൾ വയ്ക്കാൻ. ഓക്കെ അല്ലേ. ഇനി ഇവിടെ ഇമാജിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, ഇമാജിൻ ദ സ്മൈലി ബോൾസ് ആസ് ദ മൂൺ. സ്മൈലി ബോളിനെ നമ്മൾ ചന്ദ്രനായിട്ട് സങ്കല്പിക്കുക. ആൻഡ് ദ ബൾബ്സ് ആസ് ദ സൺ. അവിടെ തൂക്കിയിട്ടിരിക്കുന്ന ബൾബ് സൂര്യനായിട്ടും സങ്കല്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എ, ബി ആൻഡ് സി ആർ ദ പൊസിഷൻസ് വെൻ ദ മൂൺ റിവോൾവ്സ് അറൗണ്ട് ദി എർത്ത്. ഇനി അവിടെ എ ബി സി എന്ന് പറഞ്ഞ് 3 പോയിന്റുകൾ തന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. എ ബി സി എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് ചന്ദ്രൻ ഭൂമിയെ റിവോൾവ് ചെയ്യുമ്പോൾ വരുന്ന സ്ഥാനങ്ങളാണ്. മനസ്സിലായല്ലോ. ദ ചൈൽഡ് ഷുഡ് സിറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ബോൾസ് എ ആൻഡ് സി ആൻഡ് ഒബ്സർവ്. ഇനി ഇവിടെ ഒരു കുട്ടീനെ ഇരുത്താൻ പറഞ്ഞിട്ടുണ്ട്. കുട്ടീനെ എവിടെ ഇരുത്താൻ പറഞ്ഞേക്കണേ? എ സി എന്ന് പറയുന്ന 2 ബോളുകളുടെ മിഡിൽ പോർഷനിൽ നടുക്കാണ് കുട്ടിയെ കൊണ്ട് ഇരുത്താൻ പറഞ്ഞിരിക്കുന്നത്. As per the picture, how will the child be viewing all the 3 balls? അപ്പോൾ ഇവിടെ ചിത്രം അനുസരിച്ചിട്ട് കുട്ടി 3 ബോളുകളെയും കാണുന്നത് എങ്ങനെയായിരിക്കുന്നു? നമുക്ക് ഈ താഴെയുള്ള ക്വസ്റ്റ്യനിന് ആൻസർ ചെയ്ത് നോക്കാം. ഓൺ വിച്ച് ബോൾ ക്യാൻ ദ ചൈൽഡ് സീ ദ ഷാഡോ പോർഷൻ കംപ്ലീറ്റ്ലി? തന്നിരിക്കുന്ന ഏത് ബോളിലാണ് കുട്ടിക്ക് നിഴലിൻ്റെ ഭാഗം പൂർണ്ണമായിട്ടും കാണാൻ സാധിക്കുന്നതെന്ന്. ഇവിടെ നമുക്ക് പറയാം എ എന്ന് പറയുന്ന ബോളാണ്, അതായത് ബൾബിൻ്റെ അടുത്തേക്കുള്ള ഭാഗങ്ങൾ പെയിൻറ്റ് ചെയ്യാത്ത ഭാഗമാണ് അല്ലേ. അപ്പോൾ കുട്ടിക്ക് കാണാൻ സാധിക്കുന്നതോ പെയിൻറ്റ് ചെയ്ത ഭാഗമാണ് അല്ലേ, കറുത്ത് പെയിൻ്റ് അടിച്ച ഭാഗമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബോൾ പ്ലേസ്ഡ് അറ്റ് വിച്ച് പൊസിഷൻ എനേബിൾസ് ദ ചൈൽഡ് ടു വ്യൂ ഹാഫ് ഇലുമിനേറ്റഡ് ആൻഡ് ഹാഫ് ഷാഡോ പോർഷൻ. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് പകുതി പ്രകാശമുള്ള ഭാഗവും പകുതി നിഴലുള്ള ഭാഗവും കാണാൻ സാധിക്കുന്നത് ഏത് സ്ഥാനത്തിരിക്കുന്ന ബോളിലാണെന്ന്. ഏത് സ്ഥാനത്തായിരിക്കും? ബിയിലാണ് അല്ലേ. ഓൺ വിച്ച് ബോൾ ക്യാൻ ബി ദ ചൈൽഡ് സീ ദ ഇലുമിനേറ്റഡ് പോർഷൻ കംപ്ലീറ്റ്ലി. പ്രകാശം പതിക്കുന്ന ഭാഗം പൂർണ്ണമായിട്ടും കുട്ടിക്ക് കാണാൻ സാധിക്കുന്നത് ഏത് ബോളിലാണെന്ന്. ഏത് ബോളിലാണ്? സിയിലാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ചന്ദ്രൻ്റെ വിവിധ ഫേസുകൾ നമ്മൾ നോക്കിക്കാണുന്നത്. മനസ്സിലായല്ലോ. Given below are the positions and shapes in which a child observed the moon in the sky after sunset on different days. ഒരു കുട്ടി വിവിധ ദിവസങ്ങളിൽ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ചന്ദ്രനെ ആകാശത്ത് കണ്ട സ്ഥാനവും ആകൃതിയുമാണ് താഴെയുള്ള ചിത്രത്തിൽ തന്നിരിക്കുന്നതെന്ന്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ആക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ അതൊന്ന് വിശകലനം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. Doesn't the illuminated part of the moon viewed from the earth show a difference at each position? അതായത് ഓരോ സ്ഥാനത്ത് എത്തുമ്പോഴും ചന്ദ്രൻ്റെ പ്രകാശിക്കുന്ന ഒരു ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് വ്യത്യാസപ്പെടുന്നുണ്ടെന്ന് അല്ലേ. നമ്മൾ ഓരോ പൊസിഷനിൽ നോക്കുമ്പോഴും അതെ, ഡി എന്ന് പറഞ്ഞ പൊസിഷനിൽ ഫുള്ളായിട്ട് നിഴൽ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ തൊട്ടുമുകളിലുള്ള ഒരു പോർഷനാണെന്നുണ്ടെങ്കിലോ കൂടുതൽ ഭാഗത്തും നിഴലാണ് അല്ലെ, കുറച്ച് ഭാഗത്ത് മാത്രമേ വെളിച്ചം കാണുന്നുള്ളൂ. ഈ എന്ന് പറയുന്ന പൊസിഷനിൽ വരുമ്പോൾ പകുതി ഭാഗത്ത് നിഴലും പകുതി ഭാഗത്ത് വെളിച്ചമാണ് അല്ലേ. പിന്നെ ഈ കഴിഞ്ഞതിന് ശേഷം വരുന്ന ആ ഒരു പിക്ചറിലാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഭാഗത്ത് വെളിച്ചമാണ് അല്ലെ, കുറച്ച് ഭാഗത്ത് മാത്രമേ നിഴൽ കാണുന്നുള്ളൂ. എഫ് എന്ന് പറയുന്ന പോയിന്റിലാണ് ഫുള്ളായിട്ടും വെളിച്ചം കാണുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ചന്ദ്രൻ്റെ പൊസിഷൻ അനുസരിച്ചിട്ട് നമുക്ക് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ആകൃതിയിൽ വ്യത്യാസം തോന്നുന്നുണ്ട് നമുക്ക് അല്ലേ.
ഇനി നമുക്ക് തന്നിരിക്കുന്ന ടേബിൾ ഒന്ന് നോക്കാം. വെൻ ദ മൂൺ റീച്ചസ് ദ പൊസിഷൻ ഡി, ഡി എന്ന് പറയുന്ന പോയിന്റിലാണ് ചന്ദ്രൻ എത്തുന്നതെങ്കിൽ ദ ഷാഡോ സൈഡ് ഓഫ് ദ മൂൺ കംപ്ലീറ്റ്ലി ഫേസസ് ദ എർത്ത്, അതായത് ചന്ദ്രൻ്റെ നിഴലുള്ള ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് ഫേസ് ചെയ്തായിരിക്കും നിൽക്കുന്നത് അല്ലേ. നെക്സ്റ്റ് വെൻ ദ മൂൺ റീച്ചസ് ദ പൊസിഷൻ ഇ, ഇനി ഇ എന്ന് പറയുന്ന പൊസിഷനിലാണ് ചന്ദ്രൻ നിൽക്കുന്നതെങ്കിൽ ഹാഫ് ദ ഇലുമിനേറ്റഡ് ആൻഡ് ഹാഫ് ദ ഷാഡോ സൈഡ്സ് ഫേസ് ദ എർത്ത്. അപ്പോൾ ഇവിടെ എന്താ ചന്ദ്രൻ്റെ പ്രകാശമുള്ള ഭാഗം പകുതി പ്രകാശമുള്ള ഭാഗവും പകുതി നിഴലുള്ള ഭാഗവും ഭൂമിയെ ഫേസ് ചെയ്ത് നിൽക്കുന്നു. വെൻ ദ മൂൺ റീച്ചസ് ദ പൊസിഷൻ എഫ്, ഇനി എഫ് എന്ന് പറയുന്ന പൊസിഷനിലാണ് ചന്ദ്രൻ നിൽക്കുന്നതെങ്കിൽ ദ ഇലുമിനേറ്റഡ് സൈഡ് കംപ്ലീറ്റ്ലി ഫേസസ് ദ എർത്ത്, അതായത് പ്രകാശമുള്ള ഭാഗം പൂർണ്ണമായിട്ടും ഭൂമിയെ ഫേസ് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലായല്ലോ ചന്ദ്രൻ്റെ ആകൃതിയെക്കുറിച്ചൊക്കെ ഉള്ളത്. നെക്സ്റ്റ് ന്യൂ മൂൺ ആൻഡ് ഫുൾ മൂൺ, അതായത് അമാവാസി പൗർണമി എന്നൊക്കെ പേരൻസ് ഒക്കെ പറയാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അപ്പോൾ അതാണ് ന്യൂ മൂണും ഫുൾ മൂൺ എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ന്യൂ മൂൺ ഒക്കേഴ്സ് വെൻ ദ ഷാഡോ സൈഡ് ഓഫ് ദ മൂൺ കംപ്ലീറ്റ്ലി ഫേസസ് ദ എർത്ത്. ഇനി ഇവിടെ ന്യൂ മൂൺ എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ നിഴലുള്ള ഭാഗം പൂർണ്ണമായും ഭൂമിയെ ഫേസ് ചെയ്ത് വരുന്ന ദിവസമാണ് എന്ന് പറയുന്നത് ന്യൂ മൂൺ എന്ന് പറയുന്നത്. നമ്മൾ മലയാളത്തിൽ അമാവാസി എന്ന് പറയും കേട്ടോ, കറുത്ത വാവ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ, അതാണ് ന്യൂ മൂൺ എന്ന് പറയുന്നത്. വി കനോട്ട് സീ ദ മൂൺ ഓൺ ദിസ് ഡേ, ഈ സമയത്ത് നമുക്ക് ചന്ദ്രനെ കാണാൻ സാധിക്കില്ല. ഫുൾ മൂൺ ഒക്കേഴ്സ് വെൻ ദ ഇലുമിനേറ്റഡ് പാർട്ട് ഓഫ് ദ മൂൺ കംപ്ലീറ്റ്ലി ഫേസസ് ദ എർത്ത്. ഇനി അടുത്ത് പറയുന്നത് എന്താ, ചന്ദ്രൻ്റെ പ്രകാശമുള്ള ഭാഗം പൂർണ്ണമായും ഭൂമിയെ ഫേസ് ചെയ്ത് വരുമ്പോഴാണ് പൗർണമി എന്ന് പറയുന്നത്, അതായത് ഫുൾ മൂൺ എന്ന് പറയുന്നത്. ഹാഫ് മൂൺ ഈസ് സീൻ വെൻ ദ ഹാഫ് ഇലുമിനേറ്റഡ് ആൻഡ് ഹാഫ് ഷാഡോ പോർഷൻ ഓഫ് ദ മൂൺ ഫേസ് ദ എർത്ത്. ഇനി ഇവിടെ പറയുന്നത് ഹാഫ് മൂണിനെ കുറിച്ചാണ്, അതായത് ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗത്തിൻ്റെ പകുതിയും അതുപോലെ തന്നെ നിഴൽ ഭാഗത്തിൻ്റെ പകുതിയും ഭൂമിയെ ഫേസ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ഹാഫ് മൂൺ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ മുകളിൽ കൊടുത്തിരിക്കുന്ന പിക്ചറിൽ ഡി എന്ന് പറയുന്നത് ഏതായിരിക്കും, ന്യൂ മൂൺ ആയിരിക്കും. എഫ് എന്ന് പറയുന്നതാണ് ഫുൾ മൂൺ എന്ന് പറയുന്നത് അല്ലേ. ഇ ആണ് ഇവിടെ എന്താ ഹാഫ് മൂൺ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് നോക്കാനുള്ളതാണ് വാക്സിങ് ആൻഡ് വെയിനിങ്. Observe the pictures given below. The two pictures A and B represent the revolution of the moon from new moon to full moon and vice versa. Are both the pictures alike? What difference can you observe in this picture? ഈ പിക്ചർ റെപ്രസെൻ്റ് ചെയ്യുന്നത് ചന്ദ്രൻ്റെ റെവല്യൂഷനാണ്, അതായത് ന്യൂ മൂൺ തുടങ്ങി ഫുൾ മൂൺ വരെയും ഫുൾ മൂൺ മുതൽ ന്യൂ മൂൺ വരെയുള്ള രണ്ട് പിക്ചറുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇത് രണ്ടും ഒരേപോലെയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Which picture shows the illuminated portion of the moon getting increased when viewed from the earth? ഏത് ചിത്രത്തിലാണ് ചന്ദ്രൻ്റെ പ്രകാശിത ഭാഗം, പ്രകാശമുള്ള ഭാഗം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കൂടി വരുന്നതായിട്ട് തോന്നുന്നതെന്ന്. ഇവിടെ ഈ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ നിന്ന് നോക്കാൻ പോകുന്ന ഭാഗം, എർത്ത്. അപ്പോൾ അത് ഏത് പിക്ചറിലായിരിക്കും? നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കാമെന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന പിക്ചറിലായിരിക്കും അല്ലേ പ്രകാശമുള്ള ഭാഗം കൂടി വരുന്നതായിട്ട് തോന്നുന്നത്. ഇവിടെ ചന്ദ്രൻ വരുന്ന ഭാഗം നോക്കിയാൽ വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്കാണ് വരുന്നത് അല്ലേ. ആദ്യം ചന്ദ്രൻ എങ്ങനെയായിരുന്നു, വളരെ ഇരുണ്ടാണ് ഇരുന്നിരുന്നത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കുറേശ്ശെ വന്ന് എർത്തിലെത്തിയപ്പോൾ ഫുൾ മൂണായിട്ട് മാറാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പിക്ചർ ഷോസ് ദ ഇലുമിനേറ്റഡ് പോർഷൻ ഓഫ് ദ മൂൺ ഗെറ്റിംഗ് ഡിക്രീസ്ഡ് വെൻ വ്യൂഡ് ഫ്രം ദി എർത്ത്? ഏത് ചിത്രത്തിലാണ് പ്രകാശിതമായ ഭാഗം ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കുറഞ്ഞു വരുന്നതായി കാണുന്നതെന്ന്? ഏത് പിക്ചറാ? പിക്ചർ ബി ആണ് അല്ലേ. അതായത് എർത്തിൽ നിന്ന് നോക്കുമ്പോൾ എന്താ, എർത്തിൽ നന്നായിട്ട് പ്രകാശിച്ചിരിക്കുകയായിരുന്നു, പിന്നെ കുറഞ്ഞ് സൺലൈറ്റിൻ്റെ ആ ഭാഗത്തേക്ക് എത്തിയപ്പോഴോ ഒട്ടും കാണാത്ത അവസ്ഥയായി അല്ലേ. അപ്പോൾ പിക്ചർ ബി ആണ് ഇതിൻ്റെ ആൻസർ. ഇപ്പോൾ രണ്ട് പിക്ചറിലെയും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഇനി നമുക്ക് വാക്സിങ് ആൻഡ് വെയിനിങ് എന്താണെന്ന് നോക്കാം. വെൻ വ്യൂഡ് ഫ്രം ദ എർത്ത് ദ ഇലുമിനേറ്റഡ് പാർട്ട് ഓഫ് ദ മൂൺ കീപ്സ് ഓൺ ഇൻക്രീസിങ് ഫ്രം ദ ന്യൂ മൂൺ ടു ഫുൾ മൂൺ. ദിസ് പീരീഡ് ഈസ് നോൺ ആസ് വാക്സിങ് ഓർ വൈറ്റ് ഹാലോ. ഇവിടെ പറയുന്നത് എന്താ, ചന്ദ്രൻ്റെ പ്രകാശമുള്ള ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് ന്യൂ മൂൺ തുടങ്ങി ഫുൾ മൂൺ വരെയാണ് കൂടി വരാണ് ചെയ്യുന്നത് അല്ലേ. ഈ ഒരു പീരീഡിനെ പറയുന്നതാണ് എന്ത്, വാക്സിങ്, അല്ലെങ്കിൽ പറയുന്നത് വൈറ്റ് ഹാലോ എന്ന് പറയും. നെക്സ്റ്റ്, വെൻ വ്യൂഡ് ഫ്രം ദ എർത്ത് ദ ഇലുമിനേറ്റഡ് പാർട്ട് ഓഫ് ദ മൂൺ കീപ്സ് ഓൺ ഡിക്രീസിങ് ഫ്രം ദ ഫുൾ മൂൺ ടു ന്യൂ മൂൺ. ദിസ് പീരീഡ് ഈസ് നോൺ ആസ് വെയിനിങ് ഓർ ബ്ലാക്ക് ഹാലോ. അപ്പോൾ ഇവിടെ അടുത്ത് പറയുന്നത് എന്താ, ചന്ദ്രൻ്റെ പ്രകാശമുള്ള ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് എങ്ങനെയാ, ഫുൾ മൂൺ ടു ന്യൂ മൂൺ വരെ ഡിക്രീസ് ചെയ്ത് വരാണ് ചെയ്യുന്നത്. ഈ ഒരു പീരീഡിനെ പറയുന്നതാണ് എന്ത്, വെയിനിങ് ഓർ ബ്ലാക്ക് ഹാലോ എന്ന് പറയുന്നത്. വാക്സിങ് ആൻഡ് വെയിനിങ് ഈസ് ദ ഡിഫറൻസ് ഇൻ വ്യൂയിങ് ദ ഇലുമിനേറ്റഡ് ആൻഡ് ഷാഡോ പോർഷൻ ഓഫ് ദ മൂൺ ആസ് ഇറ്റ് റിവോൾവ്സ് അറൗണ്ട് ദി എർത്ത്. അപ്പോൾ
ഭൂമിയെ റിവോൾവ് ചെയ്യുന്ന ചന്ദ്രൻ്റെ പ്രകാശമുള്ള ഭാഗവും നിഴലുള്ള ഭാഗവും ഭൂമിയിൽ നിന്നും കാണുന്നതിൻ്റെ ആ ഒരു വ്യത്യാസത്തിനെ പറയുന്നതാണ് വാക്സിങ് ആൻഡ് വെയിനിങ്. ഇനി മറ്റൊരു പേരാണ് വൃദ്ധിക്ഷയം. വൃദ്ധിക്ഷയം എന്നും കൂടി ഒരു പേരുണ്ട്. ഓക്കെ അല്ലേ? ഇത് മനസ്സിലായല്ലോ? ഇനി ഇവിടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് കലണ്ടറിൽ ചന്ദ്രൻ്റെ ഫുൾ മൂണും ന്യൂ മൂണൊക്കെ അടയാളപ്പെടുത്തുന്നത് എങ്ങനെയാണ്, എന്ത് സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ് അടയാളപ്പെടുത്തുന്നത് എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ബ്ലാക്ക് സർക്കിളും അതുപോലെ തന്നെ ഒരു വൈറ്റ് സർക്കിളും തന്നിട്ടുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത്, ബ്ലാക്ക് സൂചിപ്പിക്കുന്നത് ഏതായിരിക്കും? ന്യൂ മൂണും അതുപോലെ തന്നെ വൈറ്റ് സർക്കിൾ രേഖപ്പെടുത്തുന്നത് ഫുൾ മൂൺ ആയിരിക്കും. ഒബ്സർവിങ് ദ ഗിവൺ കലണ്ടർ. ഇപ്പോൾ താഴെ ഒരു കലണ്ടർ തന്നിട്ടുണ്ട്, അതിൽ നിന്നും അവിടെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യനുകൾക്കെല്ലാം ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കപ്പോൾ അത് നോക്കാം കേട്ടോ. ദ ഡേറ്റ് ഓഫ് ഫുൾ മൂൺ ഇൻ ദ കലണ്ടർ. കലണ്ടറിൽ ഫുൾ മൂൺ കാണിച്ചിരിക്കുന്നത് ഏത് തീയതിയിലാണ്? മെയ് 5 ദ ഡേറ്റ് ഓഫ് ന്യൂ മൂൺ ഇൻ ദ കലണ്ടർ. ന്യൂ മൂൺ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതായിരിക്കും? മെയ് 19 അല്ലേ? മെയ് 19 ബ്ലാക്ക് സർക്കിൾ കൊടുത്തിരിക്കുന്നത്. അതാണ് ന്യൂ മൂൺ ആയിട്ട് സൂചിപ്പിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്പർ ഓഫ് ഡേയ്സ് ടേക്കൺ ടു റീച്ച് ന്യൂ മൂൺ ഫ്രം ഫുൾ മൂൺ. ഫുൾ മൂണിൽ നിന്നും ന്യൂ മൂണിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എത്ര ദിവസം എടുക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കത് എണ്ണി നോക്കിയാൽ മനസ്സിലാവും. എത്രയാ? 15 ദിവസം എടുക്കുന്നുണ്ട് അല്ലേ? 5-ാം തീയതി തൊട്ട് 19-ാം തീയതി വരെ എണ്ണുമ്പോൾ നമുക്ക് 15 കിട്ടും. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് 15. അടുത്ത കലണ്ടർ കൂടി നമുക്ക് നോക്കാം. ദ ഡേറ്റ് ഓഫ് ഫുൾ മൂൺ. ഫുൾ മൂണിൻ്റെ ഡേറ്റ് ഏതാ വരുന്നത്? 4-ാം തീയതിയാണ് വരുന്നത് അല്ലേ? ജൂൺ 4 വരുന്നത്. ദ ഡേറ്റ് ഓഫ് ന്യൂ മൂൺ ഇൻ ദ കലണ്ടർ. ന്യൂ മൂൺ വരുന്നതോ ജൂൺ 18. ദ നമ്പർ ഓഫ് ഡേയ്സ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് ന്യൂ മൂൺ ബൈ ചെക്കിംഗ് ബോത്ത് ദ കലണ്ടേഴ്സ്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2 കലണ്ടറുകളും പരിശോധിച്ചിട്ട് ഒരു ന്യൂ മൂണിൽ നിന്നും അടുത്ത ന്യൂ മൂൺ വരെ എത്താൻ എത്ര ദിവസങ്ങൾ എടുത്തു എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്ര വരും? 30 ദിവസം എടുക്കും അല്ലേ? Didn't it take 30 days for one new moon to reach the next? അപ്പോൾ ഒരു ന്യൂ മൂണിൽ നിന്നും അടുത്ത ന്യൂ മൂൺ എത്താൻ വേണ്ടിയിട്ട് 30 ദിവസങ്ങൾ എടുക്കും. The moon takes 27 1/3 days to revolve around the earth once. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ? ചന്ദ്രൻ ഭൂമിയെ ഒരു പ്രാവശ്യം റിവോൾവ് ചെയ്യുന്നതിന് എത്ര ദിവസം എടുക്കുന്നുണ്ട്? 27 1/3 ദിവസം എടുക്കുന്നു. നെക്സ്റ്റ് നോക്കാം. ഫ്രം ന്യൂ മൂൺ ടു ന്യൂ മൂൺ. ന്യൂ മൂൺ തുടങ്ങി ന്യൂ മൂൺ വരെയാണ്. ദ എർത്ത് നീഡ് 365 1/4 ഡേയ്സ് ടു റിവോൾവ് അറൗണ്ട് ദ സൺ വൺസ്. അത് നമ്മൾക്കറിയാവുന്ന കാര്യമാണ് അല്ലേ? ഭൂമിക്ക് ഒരു തവണ സൂര്യനെ റിവോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് 365 1/4 ദിവസം വേണം. ബൈ ദ ടൈം ദ മൂൺ റിവോൾവ്സ് അറൗണ്ട് ദ എർത്ത് വൺസ്, ദ എർത്ത് വുഡ് ഹാവ് ട്രാവൽഡ് സം ഡിസ്റ്റൻസ് ഇൻ ഇറ്റ്സ് ഓർബിറ്റ് വിത്ത് ദ മൂൺ അറൗണ്ട് ദ സൺ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചന്ദ്രൻ ഭൂമിയെ ഒരു പ്രാവശ്യം ചുറ്റുമ്പോൾ ഭൂമി അതിൻ്റെ ഓർബിറ്റലിൽ ചന്ദ്രനോടൊപ്പം തന്നെ സൂര്യന് ചുറ്റും കറങ്ങി കുറച്ചു ദൂരം സഞ്ചരിക്കുന്നുണ്ടെന്ന്. പറഞ്ഞത് മനസ്സിലായോ? അതായത് ചന്ദ്രൻ എപ്പോഴും ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? ഭൂമി അതേപോലെ തന്നെ സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു ചെറിയൊരു പൊസിഷനിൽ വരുമ്പോൾ ഭൂമിയും ചന്ദ്രനും ഒരുമിച്ച് സൂര്യനെ ചുറ്റിനുണ്ടാവും ഇല്ലേ? Thus a change occurs to the position of the earth. അപ്പോൾ ഭൂമിക്ക് അതിൻ്റെ പൊസിഷന് ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. Hence the moon will have to travel some more distance in the same path to repeatedly see the face of the moon. അതിനാൽ ചന്ദ്രൻ്റെ ഡിഫറെൻറ്റ് ഫേസസ് റിപ്പീറ്റ് ചെയ്യുന്നതിന് ചന്ദ്രൻ ഇതേ പാതയിൽ കുറച്ചുകൂടി സഞ്ചരിക്കേണ്ടി വരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചന്ദ്രൻ്റെ ഫേസുകളുടെ കാര്യം. അപ്പോൾ ആ ഒരു ഫേസുകൾ റിപ്പീറ്റ് ചെയ്യുന്നതിന് ചന്ദ്രൻ ഇതേ പാതയിൽ കുറച്ച് ദൂരം കൂടി സഞ്ചരിക്കേണ്ടി വരുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ടേക്സ് മോർ ദാൻ 2 days ഫോർ ദിസ്. അതിന് വേണ്ടിയിട്ട് 2 ദിവസത്തിലധികം എടുക്കുന്നതാണ് പറയുന്നത്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ടേക്സ് 29.5 days ഫ്രം 1 noon ടു ദ നെക്സ്റ്റ് noon. അപ്പോൾ എന്താ? 29.5 ദിവസം എടുക്കേണ്ടി വരും. എന്താ? ഒരു ന്യൂ മൂൺ തുടങ്ങി അടുത്ത ന്യൂ മൂൺ വരെ എത്താൻ. 29.5 എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ഒരു 30 ദിവസമായിട്ടൊക്കെയാണ് കൺസിഡർ ചെയ്യാറ്. അതായത് ഒരു ന്യൂ മൂൺ തുടങ്ങി നെക്സ്റ്റ് ന്യൂ മൂൺ വരെ എടുക്കുന്ന ദിവസം എന്ന് പറയുന്നത് 30 ദിവസമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ചാപ്റ്റർ ഇതോടുകൂടി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ലെറ്റർ സ്റ്റാറ്റസ് കൂടി നോക്കാം. ഒബ്സർവ് ദ പിക്ചർ, ചെക്ക് ദ ഓർബിറ്റൽ പാത്ത് ഓഫ് ദ മൂൺ അറൗണ്ട് ദ എർത്ത് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ. ചിത്രത്തിൽ ചന്ദ്രൻ്റെ ഓർബിറ്റൽ പാത്ത് തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് തന്നിരിക്കുന്ന ടേബിൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഓഫ് ദ ലൂണാർ എക്ലിപ്സ്. ലൂണാർ എക്ലിപ്സിൻ്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഏതാണ്? അതായത് ചന്ദ്രഗ്രഹണത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് ഏതാ? ബി ആണ് വരുന്നത് അല്ലേ? ദ പൊസിഷൻ ഓഫ് കംപ്ലീറ്റ് ലൂണാർ എക്ലിപ്സ്. കംപ്ലീറ്റ് ലൂണാർ എക്ലിപ്സ് ഏത് പൊസിഷനിലാണ്? സി എന്ന് പറയുന്ന പോയിന്റിലാണ്. ദ പൊസിഷൻ വേർ ദ ലൂണാർ എക്ലിപ്സ് എൻഡ്സ്. എവിടെ വെച്ചാണ് ഈ ഒരു ലൂണാർ എക്ലിപ്സ് അവസാനിക്കുന്നതെന്ന്, ഏത് പോയിന്റിൽ വെച്ചാണെന്ന്.
അതിൻ്റെ ആൻസർ വരുന്നത് ഡി എന്ന് പറയുന്ന പോയിൻ്റാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ പിക്ചർ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ബൈ മാച്ചിങ് ദ ബോക്സസ് അപ്രോക്സിമേറ്റ്ലി. തന്നിരിക്കുന്ന ചിത്രം നോക്കിയിട്ട് ആ ഒരു ടേബിൾ ശരിയായ രീതിയിൽ വരച്ച് ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കത് നോക്കാം. വെൻ ദ മൂൺ റീച്ചസ് ദ പൊസിഷൻ ഡി, അതായത് ചന്ദ്രൻ ഡി എന്ന് പറയുന്ന സ്ഥാനത്ത് എത്തുമ്പോൾ ന്യൂ മൂൺ ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അടുത്ത് നോക്കാം, വെൻ ദ മൂൺ റീച്ചസ് ദ പൊസിഷൻ ഇ. ഇനി ചന്ദ്രൻ ഇ എന്ന് പറയുന്ന പൊസിഷനിലേക്ക് വരുമ്പോൾ ഏതായിരിക്കും വരണത്? അവിടെ ഹാഫ് മൂൺ ആണ് വരുന്നത് അല്ലേ. വെൻ ദ മൂൺ റീച്ചസ് ദ പൊസിഷൻ എഫ് എന്ന് പറയുന്ന പൊസിഷനിലേക്ക് വരുമ്പോഴോ ഫുൾ മൂൺ ആണ് വരുന്നത്. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണെന്ന് ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം തന്നിട്ടുണ്ട്, എ ഫുൾ മൂൺ ഈസ് ദ ഡേ വെൻ ദ പാർട്ട് ഓഫ് ദ മൂൺ ഓൺ വിച്ച് ദ സൺലൈറ്റ് ഫോൾസ് ഈസ് കംപ്ലീറ്റ്ലി വിസിബിൾ ഫ്രം ദി എർത്ത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സൂര്യപ്രകാശം പതിക്കുന്ന ചന്ദ്രൻ്റെ ഭാഗം ഭൂമിയിൽ നിന്നും പൂർണ്ണമായും കാണാൻ കഴിയുന്ന ദിവസമാണ് ഫുൾ മൂൺ എന്ന് പറയുന്നത്. അത് ശരിയാണോ? ശരിയാണല്ലേ. നെക്സ്റ്റ് പോയിന്റ്, ദ വാക്സിംഗ് ക്രസൻറ്റ് മൂൺ ഈസ് വിസിബിൾ ഓവർ ഹെഡ് അറ്റ് സൺസെറ്റ്. അത് വാക്സിംഗ് ക്രസൻറ്റ് മൂൺ എന്ന് പറയുന്നത് ആ വൃദ്ധിക്ഷയത്തിൻ്റെ സമയത്ത് കാണപ്പെടുന്ന ആ ഒരു അർദ്ധ ചന്ദ്രക്കല എന്ന് പറയും അല്ലെ, ചന്ദ്രക്കല. അത് നമ്മുടെ തലയ്ക്ക് മുകളിൽ സൺസെറ്റ് സമയത്ത് കാണപ്പെടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയല്ലേ. പറഞ്ഞിരിക്കുന്നത്, ദ പീരീഡ് ഓഫ് റെവല്യൂഷൻ ഓഫ് ദ മൂൺ ആൻഡ് പീരീഡ് ഓഫ് ഡ്യൂറിംഗ് വാക്സിംഗ് വിൽ ബി വിസിബിൾ ആർ ദ സെയിം. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചന്ദ്രൻ്റെ ആ റെവല്യൂഷൻ്റെ ആ ഒരു ടൈമും അതേപോലെ തന്നെ വൃദ്ധിക്ഷയം ഉണ്ടാകുന്ന ആ ഒരു ടൈമും തുല്യമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലല്ലോ, അത് തെറ്റായിട്ടുള്ളതാണ്. നെക്സ്റ്റ്, സോളാർ എക്ലിപ്സ് ഒക്കേഴ്സ് ഓൺലി ഓൺ ന്യൂ മൂൺ ഡേ. അത് ശരിയാണ് അല്ലേ. അടുത്തത്, ലൂണാർ എക്ലിപ്സ് ഒക്കേഴ്സ് ഓൺലി ഓൺ ഫുൾ മൂൺ ഡേ. അതും ശരിയാണ്. നെക്സ്റ്റ്, ലൂണാർ എക്ലിപ്സ് ഒക്കേഴ്സ് ഓൺ ഓൾ ഫുൾ മൂൺ ഡേ. അല്ലല്ലോ, അത് തെറ്റാണ് അല്ലേ. എല്ലാ ഫുൾ മൂൺ സമയത്തും നമുക്ക് എന്ത് കാണാൻ പറ്റില്ല? ലൂണാർ എക്ലിപ്സ് ഒന്നും കാണാൻ പറ്റില്ല. ഇതോടുകൂടി ഈ ഒരു ചാപ്റ്ററോട് അവസാനിച്ചു. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാം. കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.